ചേച്ചി ചേച്ചി ഇപ്പൊ എത്ര വർഷമായി ടീച്ചിങ്ങില്? ഒരു 15 വർഷം. 15 വർഷമായോ? ചേച്ചിക്ക് പണ്ട് മുതലേ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ടീച്ചിങ് ആണ് ഞാൻ ഭാവിയിൽ സ്വീകരിക്കണേ എന്ന് തോന്നിയിരുന്നോ? അതിഷ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സൗകര്യം. പിന്നെ എന്താന്ന് വെച്ചാ ക്ലാസ്സിൽ വല്ലവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പറയും നിനക്ക് ടീച്ചറാവാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വെക്കേഷൻ ഉണ്ട്, സമാധാനമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു സന്തോഷവും കിട്ടും, വലിയ ടെൻഷനും എടുക്കണ്ട. അതുകൊണ്ടൊക്കെ ടീച്ചിങ് ഒരു സുഖമുള്ള ജോലിയാന്ന് തോന്നി. ഒരു നല്ല വിദ്യാർത്ഥിക്ക് മാത്രമേ ഒരു നല്ല അധ്യാപികയാവാൻ പറ്റൂ എന്നാണ് പറയണത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ശരിയാണോ? അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അധ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യലാണെന്നാണല്ലോ ധാരണ. അപ്പോൾ മോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് എ വിദ്യാർത്ഥി നമുക്ക് എന്തൊക്കെ തോന്നുന്നു എന്നുള്ളത് ഒരു ടീച്ചർക്ക് അറിയണം. പിന്നെ വിദ്യാർത്ഥികൾ ആ ഒരു നന്നായി പഠിച്ച് നല്ലൊരു രീതിയിൽ മാനേർഡ് ആയാൽ മാത്രമേ നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സാധനം ഉണ്ട്, നമ്മൾ ഒരാളുടെ റോൾ മോഡൽ ആവുകയും കൂടി ആണല്ലോ. അതെ, അത് നമ്മുടെ ഉള്ളിൽ വേണം. അതെ അതെ. അപ്പൊ ഒരു നല്ല വിദ്യാർത്ഥി ആവണം, ഒരു നല്ല അധ്യാപിക ആവണമെങ്കിൽ ഒരു നല്ല വിദ്യാർത്ഥി കൂടി ആവണം. അതെന്തായാലും വേണം. അതെ. ചേച്ചി B.Ed കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ ചേച്ചി വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു കാലയളവിൽ ചേച്ചിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളെ നോക്കുന്ന ആ ഒരു സമയം ഒക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചിക്ക് സ്വന്തമായിട്ടുള്ളൊരു ഏർണിങ്സ് ഇല്ലാതിരുന്ന ഒരു സമയത്ത് ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നത്? കാരണം അതുവരെ ഏൺ ചെയ്തിരുന്നു, പിന്നെ പെട്ടെന്ന് ആ ഏർണിങ്സ് സ്റ്റോപ്പായി. അങ്ങനെ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തിരുന്നത്? ഇത് ഏർണിങ്സ് അല്ല ശരിക്കും നമ്മളെ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്കോ കൊണ്ടുപോകണം. ഏർണിങ്സ് ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് കിട്ടുന്നത് ഒരു 800 അല്ലെങ്കിൽ 500 റുപ്പീസ് ആണെങ്കിൽ പോലും ഇഫ് യു ആർ വർക്കിംഗ് അവിടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറൊരു ലെവലാണ്. അതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ അത്രയും ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഒരു റൂട്ടീൻ ലൈഫിൽ പോകുന്നു, ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മളെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ സംസാരിക്കുന്നു, ഒരു സൊസൈറ്റിയിൽ ഇൻവോൾവ് ആവുന്നു. അവിടെ നിന്നെല്ലാം അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊരു റൂമിൻ്റെ ഉള്ളിലേക്ക് മാറുന്നു, നമ്മളൊരു ഫാമിലി മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്ക് വരുമ്പോൾ അത് ഈ വർക്കിംഗ് വുമൻസിനെ പെട്ടെന്ന് അത് നിർത്തുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. പിന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് അതൊക്കെ ദിസ് ഈസ് ദ റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനൊരു ടൈമുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എന്താ പറയണേ, പിന്നെ അതിൽ കൂടെ തന്നെ കുറേശ്ശെ അപ്പോൾ അതിൻ്റെ പാർട്ട് ടൈമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ട്യൂഷൻ തുടങ്ങി, ഓൺലൈൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ജോലിക്ക് പോയിട്ട് റിയലി ഹാപ്പി. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് ശരിക്കും എന്താണ് അർത്ഥം ആക്കുന്നത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് അത് സ്വന്തമായി ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിന് നമ്മൾ വിറച്ചു വെക്കുന്ന വേലികളാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ബേർഡൻസ് ആക്കി മാറ്റുന്നത്. നമുക്ക് ഉണ്ടാവുന്നതിന് ചുറ്റും നമ്മളാണ് വേലി കെട്ടുന്നത്. അത് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. നമുക്കുള്ള ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അതിൽ കൂടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻസിന് ബൗണ്ടറി ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണെന്നേ പറയുള്ളൂ. ഒരു എഡ്യൂക്കേറ്റഡ് ഗേളിന് എപ്പോഴും ഒരു വിദ്യാഭ്യാസം കൊണ്ട് പെൺകുട്ടികൾ പഠിക്കേണ്ടത് ആ ബൗണ്ടറി നമ്മൾ ഡിസൈഡ് ചെയ്യുക. വേറൊരാൾ നമ്മളെ റൂൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, വേറെ ഒരാളുടെ ഡിസിഷൻസ് നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതെ, ഇത്രയും ഞാൻ പറയുള്ളൂ. ചേച്ചി ഒരു അധ്യാപിക എന്നതിലുപരി 2 പെൺമക്കളുടെ അമ്മ കൂടിയാണ് അല്ലേ? അപ്പോൾ ഒരു പെൺകുട്ടികളുടെ അമ്മ എന്നുള്ള രീതിയിൽ ചേച്ചി പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചോ? പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഠിച്ചോന്നല്ല, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിക്കുക. ഇതിനേക്കാൾ ഏറ്റവും സന്തോഷമുള്ളത് ഈ പെൺമക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് അപ്പൊ ചേച്ചി ഇപ്പൊ അമൃത കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ മൂത്ത മോളുടെ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെയാണ് ചേച്ചി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾ. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സ്വഭാവം വെച്ചിട്ട് സ്വന്തം മകളുടെ സ്വഭാവത്തിനെ അനലൈസ് അങ്ങനെ കമ്പാരിസൺ നടത്താറുണ്ടോ? തിരിച്ചാണ് എനിക്ക് പറ്റാറ്. അതായത് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എൻ്റെ കുട്ടികളും. അപ്പൊ അവരുടെ കുറുമ്പുകളും ഒക്കെ കാണുമ്പോൾ
മോള് കാണിക്കുന്നത് ഒരു വലിയ കുറുമ്പല്ലാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നും. ഇടയ്ക്ക് അവൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം എടുത്തു തരുന്നതും ഇൻസ്റ്റയിൽ വരുന്ന റീൽസ് പറഞ്ഞു തരുന്നതും അവരുടെ ന്യൂജൻ കുറേ വേർഡ്സ് പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ചെന്ന് ചിലപ്പോൾ അടിച്ച് പിള്ളേരെ കയ്യിലെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു വഴി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടും എന്നെ ഒരേപോലെ തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു രസമുള്ള സംഭവമാണ്. അതെ. അപ്പൊ ചേച്ചി ഇപ്പൊ കോളേജിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ ചേച്ചി ഇതിനു മുമ്പ് സ്കൂളിൽ എല്ലാ ഏജിലുള്ള കുട്ടികളെ എന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതലോ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് എല്ലാം രസമാണ്. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് അധികം കഷ്ടപ്പെടണ്ട. നമ്മൾ അവരുടെ രീതിയിൽ സൈക്കോളജിക്കൽ അപ്ലിക്കേഷൻസ് ആണ് അവിടെ വരുന്നത്. പക്ഷെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് ഇൻ്റലക്ച്വലി കുറച്ചുകൂടി നന്നായിട്ട് അപ്ഡേറ്റഡ് ആവണം. പിന്നെ അത് കുറച്ചുകൂടി കംഫർട്ടബിൾ സോണാണ്. വലിയ ക്ലാസ് ആകുമ്പോൾ കുട്ടികൾ നമ്മുടെ മെക്കട്ടേക്ക് ഓടി വരില്ല, ഒച്ചപ്പാട് എടുക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് പിടിച്ച് നമ്മുടെ ട്രാക്കിലേക്ക് ആക്കിയാൽ മതി. ചെറിയ ക്ലാസ് അതല്ല. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മിണ്ടാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഇന്ന് ഉപയോഗിച്ച് നാളെ ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടും രസമാണ്. പക്ഷെ കുറച്ചുകൂടി എനിക്കിഷ്ടം വലിയ ക്ലാസ് ആണെന്ന് മാത്രം. ചേച്ചി ഞാൻ എപ്പോൾ കാണുമ്പോഴും കയ്യിലൊരു ബുക്ക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കയ്യിലൊരു ബുക്ക്. അപ്പൊ ഈ വായനയോടുള്ള താല്പര്യം എങ്ങനെയാണ് തുടങ്ങിയത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ 5ാം ക്ലാസ് 6ാം ക്ലാസ് എനിക്ക് തോന്നുന്നു ഒരു 8th ഒക്കെ തൊട്ട് തന്നെ അമ്മ ബുക്സ് വാങ്ങിച്ചു തരും. അപ്പം അത് വായിക്കും. പിന്നെ ഒരു രസമല്ലേ, വേറെ കാര്യമൊന്നും ചെയ്യണ്ടല്ലോ. പുസ്തകം വെക്കുക, എവിടെയെങ്കിലും പോയി ഇരിക്കുക, വായിക്കുക, കഥയുടെ ലോകത്തേക്ക് പോവുക. പിന്നെ വേറെ കാര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മൊബൈലില്ല, ഞങ്ങൾക്ക് TV ഇല്ല. നമ്മൾ വളരുന്ന സമയത്ത് ആകെ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് കാണാനാ? അതിനേക്കാൾ രസമായിട്ട് പുസ്തകത്തിൽ ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിജീവി ലുക്ക് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം ഇടയ്ക്കൊക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ ബുക്ക് വായിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഗമയാണെന്ന് കണ്ടിട്ട് അങ്ങനെയും ഒരു സ്റ്റേജിൽ ഞാൻ വായന തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും പറയണ്ട, കുറച്ച് ആള് കളിക്കാനും. എന്തായാലും ചേച്ചിക്ക് ഇപ്പൊ ഒരു പണ്ട് നല്ല ഒരു ബുദ്ധിജീവി, ഞാൻ ഒരു ബുദ്ധിജീവിയാണെന്ന് കേൾക്കുന്നതിൽ ഒരു അഭിമാനം നല്ല അഹങ്കാരമായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ മാറിട്ടോ. അതൊരു വെറുതെ നമുക്കെന്താ വായിക്കുന്ന കുട്ടിക്ക് വായിക്കാൻ രസമാണ്. അതുകൂടാതെ അങ്ങനത്തെ ഒരേ ആൾക്കാരെ കിട്ടൂലോ ഫ്രണ്ട്സിനെ. അപ്പോൾ അവർ വായിക്കാത്ത പുസ്തകം നമ്മൾ വായിക്കണു. അങ്ങനെയൊക്കെ വായിക്കാൻ തുടങ്ങി. അതൊരു രസമായി മാറിയത് കുറേ കഴിഞ്ഞപ്പോഴാണ്. നമ്മൾ ഒറ്റപ്പെട്ട് കുട്ടികളെ നോക്കൽ മാത്രമായി മാറി. നമ്മൾ ഇവിടുന്ന് വീടൊക്കെ വിട്ടു പോയി, ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ബുക്സ് തന്നെയാണ്. ചേച്ചിക്ക് ഇപ്പോൾ ഇത്രയും വർഷം പഠിപ്പിക്കുന്നതിനിടയിൽ ചേച്ചിക്ക് എന്തെങ്കിലും മറക്കാനാവുന്ന രസകരമായിട്ടുള്ള ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചില കുട്ടികളെ നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ ഞാനും കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1-2 പിള്ളേരുടെ മുഖം നമുക്ക് മറക്കാനേ പറ്റില്ല. കാരണം അവർ അത്ര എന്താ പറയുക സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികളൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും അവരെ നമ്മൾ മറക്കില്ല ഒരിക്കലും. അങ്ങനെ വല്ല കുട്ടികളോ അങ്ങനെ വല്ല സിറ്റുവേഷൻസോ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീഗ്രോ പയ്യൻ, അത് ഞാൻ മറക്കില്ല. കാരണം നമുക്ക് നീഗ്രോസിനെ നമ്മൾ കണ്ടേക്കണ ഒരു രസം വേറൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ പയ്യൻ ഞാൻ മോളുടെ കൂടെ നിന്ന് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വണ്ടി നിർത്തി തിരിച്ചു വന്ന് എന്നോട് വിഷ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരി, അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ കാണൂലേ എന്ന് വിചാരിച്ചു. അതൊരു ഇൻസിഡൻറ്റ്. പിന്നെ കഴിഞ്ഞ ദിവസം പക്ഷേ ഈ റീസെൻ്റ്ലി നടന്നതാണ്. ഹലോ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കുന്ന പയ്യനാ. അപ്പം ഞാൻ നിന്നു. എന്താ അതെ പോവല്ലോ അവിടെ നിൽക്കാം. കൈയൊക്കെ കാണിച്ച് നിൽക്കണുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിലൊരു ആൻറ്റിയോട് പറയുന്ന രീതിയിലാണ് അവൻ എന്നോട് പറയുന്നത്. എന്താ പ്രശ്നം? അതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും നന്നായി പഠിച്ചു, ഇതിലിങ്ങനെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്റെ ഭാഗം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാ, ഇനി ശരിയാവും തോന്നുന്നുണ്ട്, ശരിയല്ലേ? അതാണ് ചോദ്യം. അതായത് ഓക്കെ, അത് കണ്ടപ്പോ എനിക്കൊരു നല്ല സന്തോഷം തോന്നി. അതായത് എനിക്ക് വിഷമം വരരുതെന്ന് വിചാരിച്ചിട്ടാണോ അതോ ഞാൻ പറഞ്ഞത് കേട്ടതുള്ള ഒരു ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഹിം എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ഫ്രണ്ടായിട്ട് വേണോ അതോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് വേണോ നമ്മൾ നിൽക്കാൻ? ഒരു നല്ല ടീച്ചർ എന്നുള്ള രീതിയിൽ അത് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ആണ്. എൻ്റെ പേഴ്സ്പെക്റ്റീവില് കുട്ടികളുടെ അടുത്ത് ഒരുപാട് സ്ട്രിക്റ്റ് ആയാലുള്ള ഗുണം കുട്ടികൾ കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും, പ്രോബ്ലംസ് ചെയ്യും, മിണ്ടാതെ ഇങ്ങനെ നമ്മളെ കണ്ണു. മാത്സ് ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സ്കൂളിലൊക്കെ ഒരു വടിയൊക്കെ പിടിച്ചിട്ട് സ്ഥിരമായിട്ട് ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒന്നും ചേച്ചി ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പം എങ്ങനത്തെ ഒരു ടീച്ചറാണ് ആയിരിക്കണം ഒരു
അല്ല എന്റെ പെർസ്പെക്റ്റീവ് ശരിയാവണമെന്നില്ല, പക്ഷെ എന്റെ ക്ലാസ്സിൽ ഒച്ചപ്പെടെ ബഹളം എടുക്കാറില്ല കുട്ടികള് എന്ന് വെച്ച് ഞാനിങ്ങനെ സ്ട്രിക്റ്റ് അല്ല. നിർത്തേണ്ട സമയത്ത് മുഖത്ത് ഭാവം മാറ്റിയാൽ കുട്ടികൾ മിണ്ടാതിരുന്നോളും. അല്ലാത്ത സമയത്ത് അവര് ചിരിക്കുന്നുണ്ടാവും, ഫ്രണ്ട്സിനോട് ഞോണ്ടുന്നുണ്ടാവും, അതിന്റെ ഇടയിൽ മൊബൈൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അതാണ് പ്രശ്നം. മൊബൈൽ എടുക്കാൻ ശ്രമിക്കും, ഞാൻ എടുത്ത് പോക്കറ്റിൽ എടുത്തെടുക്കും, അല്ലെങ്കിൽ എടുത്ത് മാറ്റും. അതങ്ങനെ അങ്ങോട്ട് പോകും. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്ട്രിക്റ്റ് ആവണം എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എൻ്റെ പെർസ്പെക്റ്റീവില് കുറച്ച് ഫ്രണ്ട്ലി ആയി അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടും നിന്ന് പോകണം എന്നാണ്. ഫ്രണ്ട്ലി ആവണം. ഇപ്പോഴത്തെ കുട്ടികളെ നമുക്കല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? നമുക്ക് ഷോപ്പിങ്ങിന് പോകണ്ടേ? നമ്മളിന്ന് പോവാൻ പ്ലാൻ ഇട്ടല്ലേ? അതെ, വാ പോവാം.